ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം നമുക്കേറെ സുപരിചിതമായൊരു പേരാണത്. വിശുദ്ധ ഖുർആനിൽ ആ പേരിലൊരു സൂറത്ത് പോലും ഉണ്ട്, സൂറത്തു ലുഖ്മാൻ. 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് ആ സൂറത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം നബിയായിരുന്നോ അതോ വലിയായിരുന്നോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആഫ്രിക്കയിലെ നൗബ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, ഏകദേശം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്. വലിയ ഹിക്മത്ത് നൽകപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം. അദ്ദേഹം ദീർഘകാലം ജീവിച്ചിട്ടുണ്ട്. 500 വർഷമെന്നും 1000 വർഷമെന്നുള്ള അഭിപ്രായമുണ്ട്. ദീർഘകാലം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ നമുക്ക് ഗുണപാഠമുള്ള വലിയൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കലും ദീർഘയാത്ര പോയി. വർഷങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അന്ന് ഇന്നത്തെ പോലെ വീട്ടിലെ വിവരങ്ങൾ അറിയാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് വീട്ടിലുണ്ടായ വിശേഷങ്ങൾ അറിയുക. അദ്ദേഹം ദീർഘയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച ആളോട് ചോദിച്ചു, കൈഫ അബി, വാപ്പാടെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. വീട്ടിൽ പോകുമ്പോൾ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ സ്വീകരിച്ച ആള് പറഞ്ഞു, മാത്ത അബൂക്ക, വാപ്പ മരിച്ചിട്ടുണ്ട്, നീ ഇല്ലാത്തപ്പോ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ലുഖ്മാൻ ഹക്കി അലൈഹി സ്വലാം പറഞ്ഞു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ തവല്ലൈതു അംരി. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, തവല്ലൈതു അംരി, ഇനി മുതൽ എന്റെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ, വാപ്പ ഉണ്ടായിരുന്നപ്പോൾ എന്റെ കുറെ കാര്യങ്ങൾ വാപ്പ നടത്തുമായിരുന്നു. ഇനി വാപ്പ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഏറ്റെടുത്ത് നടത്തുവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് ചോദിച്ചു, കൈഫ ഉമ്മി, ഉമ്മാടെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, മാത്ത തുമ്മുക്ക, ഉമ്മയും മരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദഹബ ഹമ്മി, എന്റെ ടെൻഷനൊക്കെ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം, ഉമ്മ സ്വർഗത്തിന്റെ വാതിലാണ്. ഉമ്മയ്ക്ക് ഖിദമത്ത് ചെയ്തിട്ടാണ് സ്വർഗം നേടേണ്ടത്. അപ്പൊ ആ ഖിദമത്തിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗം നഷ്ടപ്പെടും. അതൊരു ടെൻഷനാണ്. ഉമ്മ മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി ഉമ്മയ്ക്ക് ഖിദമത്ത് ചെയ്യുന്നതിൽ പാളിച്ച വരും എന്നുള്ള പേടി വേണ്ടല്ലോ. ഉമ്മ പോയി കൊണ്ട് ദഹബ ഹമ്മി, എന്റെ ടെൻഷനൊക്കെ പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം ചോദിച്ചു, കൈഫ സൗജത്തി, എന്റെ ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മാത്തത്ത് സൗജത്തുക്ക്, ഭാര്യ മരിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞാണ് ലുഖ്മാനിലേക്ക് തിരിച്ചു വരുന്നത്. അതിനിടയ്ക്ക് ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ലുഖ്മാൻ ഹക്കീം പറഞ്ഞു, തജദ്ദത്തു ഫിറാശി, എന്നാൽ ഇനി എനിക്ക് പുതിയ മണിയറ പണിയണം, പുതിയ വിവാഹം കഴിക്കണം. അപ്പോൾ പഴയ ഭാര്യയുടെ മണിയറ തന്നെ പുതിയ ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് മാന്യതയല്ലല്ലോ. അപ്പോൾ ഒരു പുതിയത് മണിയറ പണിയണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ അദ്ദേഹം ചോദിച്ചു, കൈഫ ഉഖ്തി, എന്റെ പെങ്ങടെ അവസ്ഥ എന്താണ്? ഞാൻ പോയപ്പോൾ എന്റെ സഹോദരി ഉണ്ടായിരുന്നല്ലോ, അവള് ജീവിച്ചിരിപ്പുണ്ടായല്ലോ. പറഞ്ഞു, മാത്തത്ത് ഉഖ്തുക്ക, സഹോദരിയും മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹഫിൽതു ഇർലി, ഞാൻ എന്റെ അഭിമാനം കാത്തു എന്ന് പറഞ്ഞു. പറഞ്ഞാൽ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൾ ഏതെങ്കിലും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ആങ്ങള എന്ന നിലയ്ക്ക് എനിക്ക് അപമാനമാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ ആങ്ങള എന്ന പേരുദോഷം എനിക്കുണ്ടായിത്തീരും. അപ്പൊ സഹോദരി മരിച്ച സ്ഥിതിക്ക് അങ്ങനെ ഒരു പേടി എനിക്കില്ല, എന്റെ അഭിമാനം ഞാൻ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിച്ചു, കൈഫ അഖി, എന്റെ സഹോദരന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നല്ലോ ഞാൻ പോയ സമയത്ത്. അപ്പോൾ അത് പറഞ്ഞു, മാത്ത അഹൂക്ക, നിന്റെ സഹോദരനും മരിച്ചിട്ടുണ്ട് നീ പോയ സമയത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഇംഗസമലഹരി എന്നാണ്. ഇംഗസമലഹരി, എന്റെ മുതുകൊടിഞ്ഞു എന്നാണ്. 5 പേരാണ് മരണപ്പെട്ടത്. വാപ്പയും ഉമ്മയും ഭാര്യയും സഹോദരിയും സഹോദരനും. അതിൽ 4 പേര് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും പറയാത്തൊരു പ്രതികരണമാണ്, സഹോദരൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ലുഖ്മാൻ ഹക്കീം പറയും, ഇംഗസമലഹരി, എന്റെ മുതുകൊടിഞ്ഞു എന്നാണ്, എന്റെ മുതുകൊടിഞ്ഞു പോയി എന്ന്. കാരണം ഒരു സഹോദരൻ എന്ന് പറയുന്നത് അത്ര വിലപ്പെട്ടതാണ്. അവർ തമ്മിലുള്ള പാരസ്പര്യം, അവർ തമ്മിലുള്ള സഹകരണം, ആ ബന്ധത്തിലൂടെ ജീവിതത്തിന്റെ വലിയൊരു ഭാരം കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് മറ്റാരും മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകാത്തൊരു വിഷമമാണ് ലുഖ്മാൻ ഹക്കീമിന് സഹോദരൻ മരിച്ചു എന്ന് പറയുന്നത്. എന്റെ മുതുകൊടിഞ്ഞു, ഇനി എനിക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ല. കാരണം എന്നെ താങ്ങി നിർത്തിയതും എന്റെ കാര്യങ്ങളിൽ എന്നെ സഹായിച്ചതും എന്നോട് സഹകരിച്ചതും എന്റെ സഹോദരനാണ്, അവൻ മരിച്ചുപോയി. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരൻ എന്നാണ്. ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ആളുകളാണ് ഈ ജ്യേഷ്ഠാനുജന്മാരെന്ന് പറയുന്നത്. അവർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് വലിയ ബന്ധമാണ്. ഒരിക്കലും പിണങ്ങാനോ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇന്ന് കാണുന്നത് എന്താണ്? വിവാഹം കഴിക്കുന്നവരെ സഹജ്യേഷ്ഠാനുജന്മാരും തമ്മിൽ ബന്ധങ്ങളായിരിക്കും. വിവാഹശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ, ഒന്നിരിക്കും സ്വത്തിന്റെ തർക്കമായിരിക്കും,
അത് പലപ്പോഴും ഈ ഭാര്യമാരായിരിക്കും ഇവരെ തമ്മിൽ തെറ്റിക്കുക. അങ്ങനെ ഈ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിക്കഴിയും. വലിയ അപകടമാണത്. വലിയ സഹകരണം ഉണ്ടാകേണ്ട ആളുകളാണ് അവർ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരി ഇസ്ലാമിക ഖിലാഫത്തിൽ അദ്ദേഹം ഒരു സ്ത്രീയുടെ ഭർത്താവിനെയും ആ സ്ത്രീയുടെ സഹോദരനെയും അറസ്റ്റ് ചെയ്തു ഒരു കുറ്റത്തിന്റെ പേരിൽ. അപ്പോൾ ഈ സ്ത്രീ ഹജ്ജാജിന്റെ അടുക്കൽ ചെന്ന്, രാജാവിന്റെ അടുക്കൽ ചെന്ന് മാപ്പ് പറഞ്ഞ് ഇവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, അവരിൽ ഒരാളെ വിടാം, ഒരാളെ മോചിപ്പിക്കാം, ആരെ വേണമെന്ന് നീ തീരുമാനിച്ചോളം പറഞ്ഞു. അപ്പൊ സ്ത്രീ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്റെ സഹോദരനെ വിട്ടാൽ മതി, ഭർത്താവ് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഹജ്ജാജ് ചോദിച്ചു, എന്താ നീ അങ്ങനെ പറഞ്ഞത്? ശരിക്കും ആവശ്യപ്പെടേണ്ടത് ഭർത്താവിനെ വിടാനല്ലേ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവിനെ ഇനിയും കിട്ടും, പക്ഷെ എന്റെ ഉമ്മയും ബാപ്പയും മരിച്ചു പോയതുകൊണ്ട് ഇനി എനിക്ക് സഹോദരൻ ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് സഹോദരനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഹജ്ജാജ് പറഞ്ഞത്, രണ്ടുപേരെ ഞാൻ വെറുതെ വിടുകയാണ്. നീ ഭർത്താവിനെയാണ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഒരാളെയും വിടൂലായിരുന്നു. നീ സഹോദരനെ വിടാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് സഹോദരനെ വെറുതെ വിടുകയാണ്, നിന്റെ ആങ്ങളെ ഈ ഭർത്താവിനെ വെറുതെ വിടുകയാണെന്ന് പറയുകയുണ്ടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് വെറുതെ വിട്ടു രണ്ടുപേരും. നമ്മൾ മനസ്സിലാക്കണം, സഹോദര്യം എന്നുള്ളത് ലോകത്തെ ഏറ്റവും വിലപ്പെട്ടൊരു ബന്ധമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു സഹോദരന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം ചെയ്തയാൾ മൂസാ നബിയാണ്. മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചത് എന്റെ സഹോദരൻ ഹാറൂനെ നബിയാക്കണമെന്ന, നബുവത്താണല്ലോ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്, അത് മേടിച്ചു കൊടുത്ത ആളാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവന്റെ ഈ സഹോദരത്തിന് വില കൽപ്പിക്കുക, പരസ്പരം പിണങ്ങാതിരിക്കുക, സഹകരിച്ച് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.